അന്നസ് കിച്ചൻ സ്റ്റോറീസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് വെച്ചാൽ ഞാനൊരു സോളോ ട്രിപ്പ് പോവുകയാണ്. നിങ്ങൾ തമിഴ്നാട്ടിൽ കണ്ടിട്ടുണ്ടാവും അല്ലേ? യെസ്, ഞാനൊരു ഇന്റർനാഷണൽ സോളോ ട്രിപ്പ് തന്നെയാണ് പോകുന്നത്. പാക്കിംഗ് വീഡിയോ ഒക്കെ എടുക്കണം എന്നുണ്ടെങ്കിൽ പക്ഷേ ഫുൾ സ്ട്രെസ്ഡ് ഔട്ട് ആയിട്ടുള്ള ഒരു പാക്കിംഗ് വീഡിയോ ആയതുകൊണ്ട് ഒന്നും എടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് പാക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ പെട്ടികൾ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ എൻ്റെ പെട്ടിയും എൻ്റെ കൂടെയുള്ള ഹാൻഡ് ലഗേജും ഒക്കെ കാണിച്ചു തരാം. എന്നിട്ട് ബാക്കി പറയാം. ഓക്കെ, ഈ കാണുന്നത് എൻ്റെ പെട്ടി, അതെൻ്റെ ഹാൻഡ് ലഗേജ്, ഇതെൻ്റെ ചെറിയൊരു ഹാൻഡ് പൗച്ച്, ഹാൻഡ് ബാഗ് എന്ന് എനിക്ക് പറയാം. നമ്മളെ പാസ്പോർട്ടൊക്കെ വെക്കാൻ വേണ്ടേ ആ ഒരു സാധനം. ഈ വിശേഷം നാളെ പുറപ്പെടുമ്പോൾ അത് ഡീറ്റെയിലായിട്ട് ഞാൻ കാണിച്ചു തരാം. ഞാൻ എവിടത്തേക്കാണ് പോകുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? മനസ്സിലായിട്ടുണ്ടാവും. കാരണം ഞാൻ എൻ്റെ തമ്മിൽ കുറേ ആലോചിച്ച് വെച്ചിട്ടുണ്ട്. ഏതാ ചേർക്കേണ്ടതെന്ന് ഞാനൊരു കൺഫ്യൂഷനിൽ നിൽക്കുകയാണ്. ചിലപ്പം ആ ഒന്നിൽ, അതായത് ഞാൻ പ്ലാൻ ചെയ്ത തമ്മിലാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ സ്ഥലം മനസ്സിലായിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ ഈ വീഡിയോ മുഴുവൻ കാണും. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ റെഡി ആയിട്ടുണ്ട്. എൻ്റെ ലഗേജുകളൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഞാൻ. അപ്പം അങ്ങനെ നമുക്ക് ട്രിപ്പിന് പോവാം. അപ്പോൾ ഇത് ഫസ്റ്റ് സോളോ ട്രിപ്പാണ്. ബാക്കി എയർപോർട്ടിൽ നിന്ന് റെഡിയാകുന്ന വീഡിയോ ഒക്കെ എടുക്കണമെന്ന് ചോദിച്ചിട്ട് പക്ഷേ സമയം തീരെ കിട്ടാത്തതുകൊണ്ട് ഒന്നും എടുക്കാൻ പറ്റില്ല. അപ്പോൾ ബാക്കി എയർപോർട്ടിൽ എത്തിയിട്ട് ഞാൻ കാണിച്ചു തരാം. എയർപോർട്ടിൽ പോകുന്നത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ, ഇതാ ഞാൻ ക്യാബ് ബുക്ക് ചെയ്തിട്ട് ക്യാബിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതാണ്. ഇനി ഒരു സർപ്രൈസും കൂടി പൊട്ടിച്ചുതരാം. ഇത് ആക്ച്വലി ഒരു സോളോ ട്രിപ്പ് അല്ല കേട്ടോ. ഞാൻ എൻ്റെ ചോട്ടോസിനെയും കൊണ്ടാണ് പോകുന്നത്. ആക്ച്വലി ഞാൻ പിള്ളേരെയും കൊണ്ട് ഫസ്റ്റ് ടൈം ഒരു ഇന്റർനാഷണൽ ട്രിപ്പ് പോവുകയാണ്. ഒറ്റക്കാണോ എന്ന് വെച്ചാൽ ഒറ്റക്കാണെന്ന് പറയാം, ഒറ്റയ്ക്കല്ലേന്ന് വെച്ചാൽ ഒറ്റയ്ക്കല്ല. എൻ്റെ മക്കളും എൻ്റെ കൂടെ ഉണ്ട് ഈ ഇന്റർനാഷണൽ ട്രിപ്പിൽ. അപ്പൊ ഞാൻ എവിടത്തേക്കാ പോകുന്നതെന്ന് ഇന്നും നിങ്ങൾക്ക് മനസ്സിലായിട്ടെങ്കിൽ ഈ വീഡിയോ മുഴുവൻ കാണും. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. ബാക്ക്ഗ്രൗണ്ടിൽ എൻ്റെ മോൻ കളിച്ചുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് അവന്റെ നോയ്സ് ഉണ്ടാവും. അതുകൊണ്ട് അതൊന്നും അവോയ്ഡ് ചെയ്തേക്കട്ടെ. അപ്പൊ ഇതാ നമ്മളിതാ ക്യാബ് പിടിച്ചിട്ട് എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എയർപോർട്ട് എത്തിയിട്ടുണ്ട്, ചെന്നൈ ഇന്റർനാഷണൽ എയർപോർട്ട് എത്തിയിട്ടുണ്ട്. അപ്പൊ ഞാൻ വേറൊരു കാര്യം കൂടി ഇതിന്റെ കൂടെ പറഞ്ഞോട്ടെ. ആക്ച്വലി ഇതൊരു 3-4 months ബിഫോർ ഉള്ളൊരു വീഡിയോ ആണ്. കുറച്ച് എന്നല്ല, നല്ല ഡിലേ ആയിപ്പോയി ഇടാൻ വേണ്ടിയിട്ട്. കാരണം അത്രയും തിരക്കായി പോയി, അതുകൊണ്ടാണ് ഇത്രയും ഡിലേ ആയി പോയത്. അപ്പൊ എന്തായാലും നമുക്ക് എയർപോർട്ട് എത്തിയിട്ടുള്ള വിശേഷം അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം. അപ്പൊ ഇതാ നമ്മളിത് എയർപോർട്ട് എത്തിയിട്ടുണ്ട്. ഞാൻ ഒരാളെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫാമിലി ഫ്രണ്ടും വിഷ്ണുവിന്റെ ഫ്രണ്ടും നമ്മളൊരു റിലേറ്റീവ് ആയിട്ടുള്ള ഒരു കുട്ടി ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ അവനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പൊ അവൻ വന്നിട്ട് അകത്ത് കയറാന്ന് ചോദിച്ചു. അപ്പൊ അകത്ത് കയറിയിട്ട് നമ്മളെ ചെക്കിങ്ങും ഇതൊക്കെ ലഗേജൊക്കെ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് അവിടെയുള്ള സ്റ്റാഫുകളോടൊക്കെ വർത്താനം പറഞ്ഞുകൊണ്ട് നല്ല ഹാപ്പി ആയിട്ട് നമ്മളിത് അകത്തേക്ക് പോവാൻ നിൽക്കുകയാണ്. പറയാൻ പറഞ്ഞു, എയർ ഇന്ത്യൻ്റെ സ്റ്റാഫ് ആയിട്ട് നല്ല സർവീസ് ആയിരുന്നു, നല്ല അടിപൊളിയായിരുന്നു. ആൻഡ് ഓൾസോ ബൈ ദ വേ ഞാൻ പോകുന്നത് എയർ ഇന്ത്യൻ്റെ ഫ്ലൈറ്റിലാണ്, അത് പറയാൻ വിട്ടുപോയി. ഇനി നമുക്ക് ഇമിഗ്രേഷനിലേക്ക് പോകാം. ഞാൻ കുട്ടികളെയും കൊണ്ട് ഒറ്റക്കാന്ന് പറഞ്ഞിട്ട് തന്നെ എയർ ഇന്ത്യൻ്റെ ഒരു സ്റ്റാഫ് എൻ്റെ കൂടെ ഇമിഗ്രേഷൻ വരെ വന്നിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളി സർവീസ് തന്നെയാണ്. താങ്ക് യു എയർ ഇന്ത്യ. അങ്ങനെ നമ്മൾ ചെക്കിങ്ങും ഇമിഗ്രേഷനും ഒക്കെ സെക്യൂരിറ്റി ചെക്കിങ്ങും ഒക്കെ കഴിഞ്ഞിട്ട് ഇതാ നമ്മളിത് ഗേറ്റിന്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വേറൊരു കാര്യം കൂടി പറയട്ടെ, നമ്മളെ ഫ്ലൈറ്റ് 6:30 ഉള്ളൂ. ആക്ച്വലി ലേറ്റ് ആകും, ട്രാഫിക്കിൽ കുടുങ്ങും എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ നേരത്തെ കാലത്തെ ഇറങ്ങിന്. ആക്ച്വലി എന്താ പറയുക, 3 മണിക്കൂർ മുമ്പേ ആയിരുന്നു ഇന്റർനാഷണൽ ഫ്ലൈറ്റ് റിപ്പോർട്ടിംഗ് ടൈം ഉണ്ടായത്. പക്ഷേങ്കിൽ നമ്മളൊരു 4 മണിക്കൂർ മുമ്പേ തന്നെ അവിടെ റിപ്പോർട്ടൊക്കെ ചെയ്ത് ചെക്കൗട്ടൊക്കെ ചെയ്ത് ഇമിഗ്രേഷനും കഴിഞ്ഞ് മെയിൻ ഗേറ്റിൻ്റെ അവിടെ എത്തി. അതായത് വളരെ നേരത്തെയാണ് നമ്മൾ അവിടെ എത്തിയത്. അതുകൊണ്ട് തന്നെ ഒരു ചായ കുടിച്ച് കളയാന്ന് വെച്ചിട്ട് നമ്മളിത് ഒരു ചായ കുടിക്കാൻ വന്നിട്ടുണ്ട്. എയർപോർട്ടിൽ സ്പെഷ്യലായിട്ടുള്ള ആ ഒരു എക്സ്പെൻസീവ് ടീയാണ് ഞാൻ ഇപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം പിള്ളേരായിട്ട് ഇങ്ങനെ കുറച്ച് സമയം കളിക്കുവാക്കുകയൊക്കെ ചെയ്ത് നമുക്ക്, അതായത് ഇനി നമുക്ക് ഗേറ്റിൻ്റെ അടുത്തൊക്കെ പോയിരിക്കാമെന്ന് പറഞ്ഞു. അവിടെ നിന്ന് ചായയും ബിസ്ക്കറ്റ്സും ഒക്കെ കഴിച്ചിട്ട് നമ്മളിത് ഗേറ്റിൻ്റെ അടുത്തേക്ക് പോകാൻ നോക്കുകയാണ്. അങ്ങനെ ഗേറ്റിൻ്റെ അടുത്ത് എത്തിയതിന് ശേഷം ഉള്ള പോലെ ഒരു ക്ലീശ ഒരു ഫോട്ടോഷൂട്ടും കൂടി നടത്തി. കാരണം എയർപോർട്ട് പാസ്പോർട്ട് വിത്ത് ടിക്കറ്റ്സിൻ്റെ കൂടെ.
അതൊരു എടുത്തില്ലെങ്കിൽ ഒരു സമാധാനക്കേടല്ലേ അല്ലേ എല്ലാവർക്കും. അപ്പോൾ അതിൻ്റെ സൈഡിൽ ഇങ്ങനെ ടേക്ക് ഓഫിൻ്റെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നതൊക്കെ കാണുന്നുണ്ടായിരുന്നു. അതൊക്കെ വീഡിയോ എടുത്തു. കുറേ സമയം അവിടെ ഇരുന്നു. പിള്ളേർക്ക് കാർട്ടൂൺ വെച്ചു കൊടുത്തു. കാരണം 2-3 മണിക്കൂറുണ്ടല്ലോ ഫ്ലൈറ്റ് കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ അവിടെ ഇരുന്ന് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. ഒരുപാട് സമയത്ത് കാത്തിരിപ്പിന് ശേഷം ഇതാ ഫ്ലൈറ്റിൽ എൻ്റർ ചെയ്യേണ്ട ടൈമായി. ഇതാ നമ്മളിതാ ഗേറ്റിൻ്റെ ഉള്ളോട്ട് ഫ്ലൈറ്റിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഞാൻ എവിടത്തേക്കാണ് പോകുന്നതെന്നുള്ളത്. മനസ്സിലായിട്ടുണ്ടെങ്കിൽ, ഞാൻ പറയുന്നതിന് മുമ്പേ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ ഇതാ നമ്മളിതാ ഫ്ലൈറ്റിലേക്ക് എൻ്റർ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ ലഗേജൊക്കെ വെച്ചു. ഇതാ നമ്മൾ സീറ്റിലെത്തി സെറ്റിലായിട്ടുണ്ട്. രണ്ടാളും ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആണ് നമ്മൾ പോകുന്ന സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അകത്ത് കയറി നമ്മളൊന്ന് സെറ്റിലായിട്ടിരുന്നു. അങ്ങനെ ഇതാ നമ്മളെ ഫ്ലൈറ്റ് ഇതാ ടേക്ക് ഓഫ് ചെയ്യാൻ പോവുകയാണ്. അതിൻ്റെ ഒരു ലുക്ക് കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എനിക്ക് ഫ്ലൈറ്റിൽ ട്രാവൽ ചെയ്യുമ്പോൾ ഏറ്റവും ഇഷ്ടമുള്ളത് രാത്രി ട്രാവൽ ചെയ്യാനാണ് കേട്ടോ. കാരണം ഈ വ്യൂ ആണ്, എന്തൊരു ഭംഗിയല്ലേ പുറത്ത് നോക്കുമ്പോൾ കാണുന്ന ആ ഒരു വ്യൂ, ആ ലൈറ്റിങ്ങോട് കൂടിയുള്ള വ്യൂ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ആയിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഫുൾ ലൈറ്റൊക്കെ ഓഫ് ആയിരുന്നു ഉണ്ടായത്. അതിന് ശേഷമായിരുന്നു ടേക്ക് ഓഫിന് ശേഷം ആയിരുന്നു ലൈറ്റൊക്കെ ഓണിൽ വന്നത്. അപ്പം ഞാൻ പുറത്തുള്ള കാഴ്ചകളും ഉള്ളിലെ വിശേഷങ്ങളും ഒക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ ഒരു ട്രാവലിംഗ് ടൈം സംഭവിക്കുന്ന കുറച്ച് ചെറിയ ചെറിയ കാഴ്ചകൾ ഞാൻ ഈ വീഡിയോയിലോട്ട് നിങ്ങൾക്കും കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നന്നായി വിശന്നിരിക്കുക കേട്ടോ ഞാൻ. കാരണം ഉച്ചയ്ക്ക് നേരത്തെ തന്നെ ഇറങ്ങിയതുകൊണ്ട് കാര്യമായിട്ടൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. എയർപോർട്ടിലെത്തിയിട്ട് കഴിക്കാമെന്ന് കഴിച്ച് നോക്കുമ്പോൾ കാര്യമായിട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് വെറും ചായ മാത്രമേ കുടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ വിശന്നിരിക്കുമ്പോൾ തന്നെ ഇതാ ഫുഡ് ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഫുഡ് എന്താണെന്ന് നമുക്ക് നോക്കാം, എന്തൊക്കെയാണ് ഞങ്ങൾക്ക് ഇവിടെ കഴിക്കാൻ കിട്ടിയിട്ടുള്ളതെന്ന്. ആസ് യൂഷ്വൽ എപ്പോഴും കിട്ടുന്ന ഒരു ബന്ന് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ പാസ്ത ഉണ്ട്, മക്രോണി, പാസ്തയല്ല മക്രോണിയും ഉണ്ട്. പിന്നെ ഒരു പേസ്ട്രീസ് ഉണ്ട്. ആ ബന്നിൻ്റെ കൂടെ കഴിക്കാനുള്ള ബട്ടറും. പിന്നെ മെയിൻ കോഴ്സായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ റൈസാണ് ഉണ്ടായത്. റൈസും ബട്ടർ ചിക്കനാണ് ഉണ്ടായിട്ടുണ്ടായത്. കാരണം ഞാൻ നോൺ വെജ് ആയിരുന്നു കൊടുത്തിട്ടുണ്ടായത്, അതുകൊണ്ട് റൈസും ബട്ടർ ചിക്കനാണ് ഉണ്ടായത്. അതിൻ്റെ കൂടെ ഒരു ചെറിയ ബോട്ടിൽ വെള്ളമുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് എന്തെങ്കിലും ജ്യൂസോ അങ്ങനെ എന്തെങ്കിലും ഡ്രിങ്ക്സോ വേണ്ടെങ്കിൽ അവർ പ്രൊവൈഡ് ചെയ്യും. കാരണം ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ് ആയതുകൊണ്ട് തന്നെ ആൽക്കഹോൾ ഡ്രിങ്ക്സൊക്കെ ഉണ്ടായിരുന്നു. അത് കൂടാണ്ട് വൈൻസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാനൊരു ജ്യൂസും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് മക്കൾക്കും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാ നന്നായി വിശന്നോണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. റൈസും ബട്ടർ ചിക്കനും ഒക്കെ നല്ല അടിപൊളി തന്നെ ആയിരുന്നു, ഓക്കെ ആയിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്.
നന്നായിട്ട് വിശന്നുകൊണ്ടാണെന്നറിയില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഫുൾ കാലിയാക്കിയിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ഇതാ മക്രോണി ടേസ്റ്റ് ചെയ്യായിരുന്നു. അപ്പം മക്രോണി ഞാൻ കഴിക്കുമ്പോഴേക്ക് തന്നെ ഭയങ്കരമായിട്ട് തണുത്ത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് എനിക്ക് തീരെ എന്താ പറയുക അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, എനിക്ക് തീരെ ഇഷ്ടമായിട്ടുണ്ടായില്ല. അതുകൊണ്ട് ഞാൻ കാര്യമായിട്ട് അത് കഴിച്ചിട്ടും ഉണ്ടായിരുന്നില്ല, 2 വായി കഴിച്ചിട്ട് നിർത്തുക ചെയ്തത്. പിന്നെ ഈ ഒരു പേസ്ട്രീസ് ആയിരുന്നു, ഒരു കേക്കാണോ, ഒരു ഹണി കേക്ക്, ഒരു എന്താ പറയുക കുറച്ചൊരു ഭയങ്കര സ്വീറ്റായിട്ടുള്ളൊരു കേക്കായിരുന്നു. അത് കേക്ക് എന്ന് പറയുമ്പോൾ ഒരു പേസ്ട്രി ആയിരുന്നു, ഓവർ സ്വീറ്റ് ആയതായിരുന്നു. പിന്നെ ഞാനൊരു 2-3 വായി കഴിച്ച് നിർത്തി. ഇത്രയും ഞാൻ കഴിച്ചു കേട്ടോ. ഈ മക്രോണിയും കേക്കും ബന്നും ഞാൻ അധികം കഴിച്ചിട്ടില്ല, അത് അങ്ങനെ തന്നെ വെക്കിയത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം കുറച്ച് സമയം കിടക്കാമെന്ന് വിചാരിച്ചു. കാരണം 4 hours ഫ്ലൈറ്റാണ്, ഇഷ്ടംപോലെ സമയമുണ്ട് എത്താൻ വേണ്ടിയിട്ട്. അതിൻ്റെ നടുക്ക് ഞാൻ പുറത്തുള്ള കാഴ്ചകളൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. മക്കൾ ഒരാൾ ഉറങ്ങുന്നുണ്ടായിരുന്നു, മറ്റേ ഞാൻ എങ്ങനെ ഹാൻഡിൽ ചെയ്തതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതേപോലെ കാർട്ടൂൺ വെച്ചിട്ട് ഇരുത്തിയിട്ടായിരുന്നു ഞാൻ ഹാൻഡിൽ ചെയ്തിട്ടുണ്ടായത്. അതിൻ്റെ നടുക്ക് ഞാൻ ലാൻഡ് ചെയ്യാനായിരുന്നു ഒന്ന് വാഷ്റൂമിൽ പോയി ഒന്ന് ഫ്രഷപ്പ് ആയിട്ട് വരാമെന്ന് വിചാരിച്ചു. വാഷ്റൂമും അത്യാവശ്യം സൗകര്യമുള്ള വാഷ്റൂം തന്നെയാണ് കേട്ടോ. ഫ്ലൈറ്റിലെ വാഷ്റൂം നിങ്ങൾക്ക് അറിയാമല്ലോ, പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ല. എന്നാലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനൊരു ലുക്ക് ഞാൻ കാണിച്ചു തരാം. അങ്ങനെ വാഷ്റൂമിൽ പോയിട്ട് ഇതാ ഫ്രഷപ്പ് ആയിട്ട് ഞാൻ തിരിച്ച് സീറ്റിൽ വന്ന് ഇരിക്കുക ചെയ്യുന്നത്. അങ്ങനെ ഇതാ നമ്മൾ ലാൻഡ് ചെയ്യാൻ പോവാണ്. നമ്മൾ എവിടത്തേക്കാണ് ലാൻഡ് ചെയ്യാൻ പോകുന്നതെന്ന് മനസ്സിലായോ? യെസ്, ഹബീബി, വെൽക്കം ടു ദുബായ്. അങ്ങനെ ഇതാ നമ്മളിതാ ദുബായിലേക്ക് ലാൻഡ് ചെയ്യാൻ പോവാണ്. ഞാൻ ദുബായിലേക്ക് ഫസ്റ്റ് ടൈമാണ് വരുന്നത് കേട്ടോ. സത്യം പറഞ്ഞാൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ട്രിപ്പാണിത്. ആൻഡ് ഒട്ടും ഞാൻ പ്രതീക്ഷിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല ഞാനൊരു ദുബായ് ട്രിപ്പ് അടിക്കുന്നുള്ളത്. ചെറുതിൽ എത്രയോ വരണം എന്ന് വിചാരിച്ചൊരു കൺട്രി ആയിരുന്നു. ഇപ്പം ഇതാ ഫൈനലി ഞാനിതാ ദുബായിലേക്ക് ലാൻഡ് ചെയ്യുകയാണ്. ആൻഡ് ഓൾസോ ഇതെൻ്റെ സെക്കൻഡ് ഇൻ്റർനാഷണൽ ട്രിപ്പും കൂടിയാണ്. ഇത് സിമ്പിളായിട്ട് ഒരു ട്രാവലിംഗ് വീഡിയോ ആണ്, ചെന്നൈ ടു ദുബായിലേക്കുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. എങ്ങനെ ഉണ്ടായിരുന്നു വീഡിയോ എന്നുള്ളത് കമൻറ്റിൽ പറയണേ. അങ്ങനെ ഇതാ നമ്മളിതാ ദുബായ് എയർപോർട്ടിൻ്റെ മുമ്പിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എയർപോർട്ടിൻ്റെ ഉള്ളും കൂടി എന്നെക്കൊണ്ട് പറ്റുന്ന വിധത്തിൽ ഒരു ചെറിയ ലുക്ക് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അങ്ങനെ ഇതാ നമ്മൾ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങിയിട്ട് പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സത്യം പറയട്ടെ, ഫ്ലൈറ്റ് ഇറങ്ങിയിട്ട് ഒരുപാട് നടക്കാനുണ്ട് ഇമിഗ്രേഷൻ്റെ അടുക്കെല്ലാം എത്താൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ ഫ്ലൈറ്റ് ഇറങ്ങി പുറത്തിറങ്ങിയതിന് ശേഷം എസ്കലേറ്റർ എടുത്തിട്ട് മേലെ വന്നതിന് ശേഷം നമ്മളിവിടുന്ന് മെട്രോ എടുത്തിട്ട് വേണം എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ തന്നെ നമ്മളെ ലൈനായിട്ട് നിർത്തും. അങ്ങനെ ഒരു സെക്ഷൻ ആൾക്കാരെ വിട്ടിട്ടുണ്ട് മെട്രോയിൽ കയറാൻ. സെക്കൻഡ് സെക്ഷനാണ് നമ്മളിവിടെ നിന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടുന്ന് നമ്മൾ മെട്രോ എടുത്തിട്ട് വേണം എയർപോർട്ടിൻ്റെ അകത്തേക്ക് പോകാൻ. അത്രയും വലിയൊരു എയർപോർട്ട് തന്നെയാണ്. നടന്ന് 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 സത്യം മതിയായി പോകും കേട്ടോ. ഫൈനലി ഇതാ നമ്മൾ മെട്രോയിൽ കയറിയിട്ടുണ്ട്. ഇനി എയർപോർട്ടിൽ എത്തിയിട്ട് ഇമിഗ്രേഷൻ കഴിഞ്ഞതിന് ശേഷം നമുക്ക് പെട്ടികളൊക്കെ കളക്ട് ചെയ്യാം. നമ്മളിത് മെട്രോയിൽ പോകുന്നതാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ലഗേജൊക്കെ കളക്ട് ചെയ്ത് നമ്മൾ ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞ് ലഗേജൊക്കെ കളക്ട് ചെയ്തതിന് ശേഷം ഇത് നമ്മളിത് പുറത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പം നമ്മൾ പിക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാൾ വന്നിട്ടുണ്ട്. അയാളെ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. അങ്ങനെ അയാളെ കൂടെ നമ്മൾ നേരെ റൂമിലേക്ക് പോവുക ചെയ്യുക. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പിക്കപ്പ് ചെയ്യാൻ വന്ന ആളെയും കൂടി കാണിച്ചു തന്നിട്ട് ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യും കേട്ടോ. അങ്ങനെ
അങ്ങനെ ദുബായിയുടെ മണ്ണിൽ ഇതാ ഞാൻ കാലുകുത്തിയിരിക്കുകയാണ്. അപ്പം നമ്മളെ കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി ആരാ വന്നിട്ടുള്ളതെന്ന് മനസ്സിലായല്ലോ, അതെ എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ് കേട്ടോ. അങ്ങനെ നീണ്ട കാത്തിരിപ്പിന് ശേഷം നമ്മളെ അതായത് അവരുടെ പപ്പയും ഞാൻ എൻ്റെ കെട്ടിയോനെയും കണ്ടിരിക്കുകയാണ്. എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ മെട്രോ എടുത്തിട്ട് നേരെ റൂമിലേക്കായിട്ടോ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഒരിക്കൽ കൂടെ പറയുകയാണ്, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, അപ്പോഴേ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസിൽ അപ്ഡേറ്റ് ചെയ്ത് കാണാൻ പറ്റുള്ളൂ. കമ്മിങ് വീഡിയോസൊക്കെ ദുബായ് വീഡിയോസ് ആണ് കേട്ടോ. അപ്പോൾ സീ യു സൂൺ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.